ടു ലെജൻസ് നമ്മുടെ ചുരിദാറിൻ്റെ വീഡിയോയാണ് സ്റ്റാർട്ട്. നമുക്ക് പ്രീമിയം കളക്ഷനിൽ വരുന്ന ഐറ്റംസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഭയങ്കര റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. സെമി സിൽക്കിൽ തന്നെ കൂടിയ ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വി നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നെക്ക് ഇഷ്ടമുള്ള രീതി വെട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ പോയേക്കുന്നത് വി ആയിട്ടാണ്. നല്ല ഫിനിഷിങ്ങുള്ള ബുലിയൻ ഫ്ലവേഴ്സും മൊത്തത്തിൽ ഹാൻഡ് വർക്കാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ഡിസൈനും ഒക്കെ നല്ല രസമാട്ടോ കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സിൽക്ക് ഫിനിഷാണ്. ദുപ്പട്ട വരുന്നത് സെമി സിൽക്കിൻ്റെ ഫാബ്രിക്, അതും കൂടിയ മെറ്റീരിയൽ തന്നെയാണ്. ഓനിയൻ പിങ്കിൻ്റെ കോമ്പിനേഷനിലാണ് ആ ഒരു കോമ്പിനേഷൻ രണ്ടുകൂടെ ചെയ്തേക്കുന്നത്. മെയിൻ കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ കളർ, അതിലും ചെറിയൊരു പിങ്കിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. കോമ്പിനേഷനിൽ ആ ഒരു ഓനിയൻ പിങ്ക് കൂടെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബോട്ടം വരുന്നത് ആ ഒരു വർക്കിൻ്റെ കളറാട്ടോ, ഓനിയൻ പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്കുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ആ വർക്കിൻ്റെ ഫിനിഷിങ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ നമ്പർ വരുന്നത് F264, റേറ്റ് 1690 1690. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ലാവൻഡർ കോമ്പിനേഷൻ ആട്ടോ. ഇതിൻ്റെ ശരിക്കും ഭംഗി നമുക്ക് ആ ഒരു അടുത്ത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിൻ്റെ അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നും. അത്ര ഫിനിഷിങ് ആട്ടോ വർക്കിന്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം തന്നെ രീതിയിൽ ഫുൾ ഫ്ലവറിൻ്റെ പാറ്റേൺ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് ഞാൻ പറഞ്ഞൊരു സിൽക്കി ഫിനിഷാണ് ഫാബ്രിക്കിന് വരുന്നത്. ബോട്ടം വരുന്നത് ലാവൻഡർ ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് F261, റേറ്റ് 1690. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഒരു ഓനിയൻ പിങ്ക് ആൻഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആട്ടോ. എല്ലാ കളർ കോമ്പിനേഷനും നല്ലതാണ്. പിന്നെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ഇതാട്ടോ. ഞാനിത് അടുപ്പിച്ചതിനെ കുറച്ച് നേരം കാണിക്കാം, കാരണം അതിൻ്റെ ഒരു ശരിക്കുള്ള ഭംഗി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് അങ്ങനെ അകന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. ഫുള്ളായിട്ട് കുഞ്ഞു ഫ്രഞ്ച് നോട്ടും പിന്നെ ബുലിയൻ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ തന്നെ ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ബ്ലൂ ഷെയ്ഡാട്ടോ. ആ ഒരു സെയിം വർക്കിൻ്റെ കളറാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്പർ F262, റേറ്റ് 1690. 4 ഷെയ്ഡ്സാണ് ഉള്ളത്. എല്ലാം നല്ല പ്രീമിയം ആയിട്ട് വരുന്ന കളേഴ്സ് മാത്രമാണ് എടുത്തേക്കുന്നത്. ഒരു പീച്ചിൻ്റെ കോമ്പിനേഷനാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സെയിം തന്നെ വർക്കാട്ടോ എല്ലാത്തിനും വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. 2.5 എബോ നമുക്ക് ഇതിൻ്റെ ടോപ്പിനും ദുപ്പട്ടയ്ക്കൊക്കെ കിട്ടും. ബോട്ടം വരുന്നത് പീച്ച് കളർ. എല്ലാം കോൺട്രാസ്റ്റോട്ട് വരുമ്പോൾ നല്ല രസമാണ് ആ ഒരു ബോട്ടം കൂടെ വരുമ്പോഴത്തേന്. പിന്നെ നമ്പർ F263, റേറ്റ് 1690 1690.